ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നുള്ള 50 ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 53. ചോദ്യം 2. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്ത്? ഉത്തരം കൂടാരത്തിരുന്നാൾ. ചോദ്യം 3. യൂദയായിൽ സഞ്ചരിക്കാൻ യേശു ഇഷ്ടപ്പെട്ടില്ല, കാരണമെന്ത്? ഉത്തരം യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ. ചോദ്യം 4. എന്ത് സമീപിച്ചിരുന്ന സമയത്താണ് നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക എന്ന് സഹോദരർ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം യഹൂദരുടെ കൂടാരത്തിരുന്നാൾ. ചോദ്യം 5. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല എന്നും ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാനുമാണ് സഹോദരർ യേശുവിനെ ഉപദേശിക്കുന്നത്? ഉത്തരം സ്വയം ലോകത്തിന് വെളിപ്പെടുത്തുക. ചോദ്യം 6. എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ എപ്പോഴും എന്താണെന്നാണ് യേശു സഹോദരരോട് പറയുന്നത്? ഉത്തരം അനുകൂലമായ സമയമാണല്ലോ. ചോദ്യം 7. എന്തുകൊണ്ടാണ് ലോകം തന്നെ വെറുക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ. ചോദ്യം 8. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്നതിന് കാരണമായി യേശു പറയുന്നത് എന്താണ്? ഉത്തരം എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. ചോദ്യം 9. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല, യോഹന്നാൻ 7:8 ഏത് സമയത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പ്രസ്താവിക്കുന്നത്? ഉത്തരം തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്. ചോദ്യം 10. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, യോഹന്നാൻ 7:8 ഏത് തിരുനാളിനെക്കുറിച്ചാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്? ഉത്തരം കൂടാരത്തിരുന്നാൾ. ചോദ്യം 11. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്നു പറഞ്ഞതിന് ശേഷം യേശു എവിടെയാണ് താമസിച്ചത്? ഉത്തരം ഗലീലിയിൽ. ചോദ്യം 12. സഹോദരർ കൂടാരത്തിരുന്നാളിന് പോയതിനു ശേഷം യേശു എന്തു ചെയ്തു? ഉത്തരം രഹസ്യമായി തിരുനാളിന് പോയി. ചോദ്യം 13. എന്തു ചോദിച്ചുകൊണ്ടാണ് തിരുനാളിൽ യഹൂദർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം അവൻ എവിടെ? ചോദ്യം 14. ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു എന്ന് യോഹന്നാൻ 7:12 വായിക്കുന്നു. ആളുകൾ അവനെപ്പറ്റി എന്താണ് പറഞ്ഞിരുന്നത്? ഉത്തരം ഒരു നല്ല മനുഷ്യനാണ്, ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു. ചോദ്യം 15. എന്തുകൊണ്ടാണ് ആളുകൾ യേശുവിനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിക്കാതിരുന്നത്? ഉത്തരം യഹൂദരെ ഭയന്ന്. ചോദ്യം 16. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത്? ഉത്തരം ദേവാലയത്തിൽ. ചോദ്യം 17. എന്ത് കാരണം കൊണ്ടാണ് ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്നു പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചത്? ഉത്തരം
യേശു ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ. ചോദ്യം 18. തൻ്റെ അറിവിൻ്റെ ഉറവിടം എന്തെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം: തന്നെ അയച്ച പിതാവ്. ചോദ്യം 19. എപ്പോഴാണ് യേശു ദേവാലയത്തിൽ ചെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത്? ഉത്തരം: കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ. ചോദ്യം 20 പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ ഡാഷ് എന്ന് മനസ്സിലാക്കും? ഉത്തരം: ഇഷ്ടം നിറവേറ്റാൻ സ്വയം നൽകുന്നതോ? ചോദ്യം 21. എപ്രകാരം സംസാരിക്കുന്നവനാണ് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നത് എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം: സ്വമേധയാ സംസാരിക്കുന്നവൻ. ചോദ്യം 22. തന്നെ അയച്ചവൻ്റെ മാത്രം മഹത്വം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: സത്യവാനാണ്, അവനിൽ അനീതിയില്ല. ചോദ്യം 23. ഏത് പൂർവ്വ പിതാവിനാണ് ദൈവം പരിച്ഛേദന നിയമം നൽകിയത്? ഉത്തരം: അബ്രാഹത്തിന്. ചോദ്യം 24. സാബത്ത് ദിവസവും പരിച്ഛേദന കർമ്മം നടത്താൻ യഹൂദർ തയ്യാറാകുന്നത് എന്തുകൊണ്ട്? ഉത്തരം: മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന്. ചോദ്യം 25. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എപ്രകാരം വിധിക്കാനാണ് യേശു യഹൂദരോട് കൽപ്പിക്കുന്നത്? ഉത്തരം: നീതിയായി വിധിക്കുവിൻ. ചോദ്യം 26. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. യോഹന്നാൻ 7:24. ഇതിന് സമാനമായ വാക്യം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എവിടെയാണുള്ളത്? ഉത്തരം: യേശയ്യാ 11:3. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും, കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധിക്കുകയില്ല. ചോദ്യം 27. ഇത് ആരുടെ വാക്കുകൾ? ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ഉത്തരം: ജെറൂസലേം നിവാസികളിൽ ചിലരുടെ. ചോദ്യം 28. എനിക്ക് അവിടുത്തെ അറിയാം, എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. യോഹന്നാൻ 7:29. ആരെപ്പറ്റിയാണ് യേശു ഇത് പറയുന്നത്? ഉത്തരം: പിതാവായ ദൈവത്തെ. ചോദ്യം 29. യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് യഹൂദർക്ക് അവനെ പിടിക്കാൻ കഴിയാതിരുന്നത്? ഉത്തരം: അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ചോദ്യം 30. കൂടാരത്തിരുന്നാളിൽ പങ്കെടുക്കാനെത്തിയ യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചത് ആരാണ്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 31. യേശു പറഞ്ഞു, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതിനുശേഷം താൻ എവിടേക്ക് പോകും എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം: എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക്. ചോദ്യം 32. നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം യേശു എവിടേക്ക് പോകാനാണ് സാധ്യത എന്നാണ് യഹൂദർ പരസ്പരം പറഞ്ഞത്? ഉത്തരം: ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കലേക്ക്. ചോദ്യം 33. കൂടാരത്തിരുന്നാളിൻ്റെ ഏത് ദിവസത്തിലാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം: അവസാനത്തെ മഹാദിനത്തിൽ. ചോദ്യം 34. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്ത് സംഭവിക്കും എന്നാണ് യേശു കൂടാരത്തിരുന്നാളിൻ്റെ മഹാദിനത്തിൽ പ്രഖ്യാപിക്കുന്നത്?
ഉത്തരം ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ചോദ്യം 35. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന വചനത്തിലൂടെ യേശു എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ചോദ്യം 36. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:38. വിശുദ്ധ ലിഖിതത്തിൽ എവിടെയാണ് ഈ പ്രസ്താവന ഉള്ളത്? ഉത്തരം ഏശയ്യ 44:3, ഏശയ്യ 55:1, ഏശയ്യ 58:11, സുഭാഷിതങ്ങൾ 18:4. ഏശയ്യ 44:3 പറയുന്നു, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഏശയ്യ 55:1 പറയുന്നു, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ. ഏശയ്യ 58:11 പറയുന്നു, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. സുഭാഷിതങ്ങൾ 18:4 മനുഷ്യൻ്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ്, ജ്ഞാനത്തിൻ്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും. ചോദ്യം 37. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. യോഹന്നാൻ 7:39. ഇതിനുള്ള കാരണം എന്തെന്നാണ് സുവിശേഷകൻ പറയുന്നത്? ഉത്തരം യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ചോദ്യം 38. ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? യോഹന്നാൻ 7:42. ഈ പ്രവചനം പഴയ നിയമത്തിൽ എവിടെയാണുള്ളത്? ഉത്തരം മിഖ 5:2. ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. ചോദ്യം 39. എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് സേവകന്മാരോട് ചോദിച്ചത് ആരാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 40. എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസേയരുടെയും ചോദ്യത്തിന് സേവകന്മാർ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ചോദ്യം 41. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു. യോഹന്നാൻ 7:50. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയ സംഭവം സുവിശേഷത്തിൽ എവിടെയാണുള്ളത്? ഉത്തരം യോഹന്നാൻ 3:1-2 വാക്യങ്ങൾ. ചോദ്യം 42. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചത് ആരാണ്? ഉത്തരം നിക്കോദേമോസ്. ചോദ്യം 43. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? യോഹന്നാൻ 7:51. പഴയ നിയമത്തിൽ ഈ പ്രസ്താവന എവിടെയാണുള്ളത്? ഉത്തരം നിയമാവർത്തനം 17:6, പുറപ്പാട് 23:1. നിയമാവർത്തനം 17:6 ഇപ്രകാരം പറയുന്നു, 2-3 സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ. ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും വധിക്കപ്പെടരുത്. പുറപ്പാട് 23:1 ഇപ്രകാരം പറയുന്നു, വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. ചോദ്യം 44. ആര് ആരോട് ചോദിച്ചു? നീയും ഗലീലിയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലിയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും.
ഉത്തരം ഫരിസേയർ നിക്കോദേമോസിനോട്. ചോദ്യം 45. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത്? ഉത്തരം അധികാരികളുടെ അവിശ്വാസം. ചോദ്യം 46. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം എന്ത്? ഉത്തരം ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. ചോദ്യം 47. അധ്യായവും വാക്യവും ഏത്? യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. ഉത്തരം യോഹന്നാൻ 7:6. ചോദ്യം 48. അധ്യായവും വാക്യവും ഏത്? സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. ഉത്തരം യോഹന്നാൻ 7:18. ചോദ്യം 49. അധ്യായവും വാക്യവും ഏത്? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഉത്തരം യോഹന്നാൻ 7:38. ചോദ്യം 50. അധ്യായവും വാക്യവും ഏത്? ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം യോഹന്നാൻ 7:51. ഈ സെറ്റിലെ അവസാന ചോദ്യം 51. വചനമെഴുതുക. യോഹന്നാൻ 7:24. ഉത്തരം പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.